വേടം പറഞ്ഞ പോലെ വേടം പറഞ്ഞിട്ടില്ലേ, എന്താ തുണ്ട് മണ്ണിനായി കൊതിച്ച് പിന്നീട് ആരോ ചതിച്ച് നീതി പണ്ടേ മരിച്ചു. അതേപോലെ മാംഗോ ചില്ലി എടുക്കുന്നുണ്ടോ? അപ്പോൾ ബോടെ ഞാൻ ഇപ്പോൾ വ്രതത്തിലാണ്. മാംഗോ ചില്ലി എടുക്കാനെന്നാണ്. മാംഗോ ചില്ലിയൊക്കെ നമ്മുടെ മൂട്ട് മേക്കറാണ് ഇപ്പം 400 രൂപയുള്ളൂ, മറ്റേ 460. നല്ല സ്ട്രോങ് ആയിട്ടുള്ള തിരക്കഥയാണ്. പിന്നെ പണ്ടത്തെ ബേസ്ഡ് ഓൺ ട്രൂ ഇൻസിഡൻസ് ആണ്. എന്ന് പറയുമ്പോൾ 2003 മുത്തങ്ങ സമരം ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. എമ്പുരാന്റെ അത്ര വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അറിയാലോ വിഷയം എന്താണ് കാര്യങ്ങളൊക്കെ എന്ന്. പക്ഷെ അതുപോലെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതും ചർച്ചപ്പെടേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത് നമ്മുടെ സ്വരാജ് ഉഞ്ഞറ മുഴുവൻ ടോവിനോ തോമസും പ്രധാന വിഷയം വരുന്ന നരിവേട്ട എന്ന റിലീസാണ്. സിനിമ എങ്ങനെ ഉണ്ടെന്ന് സിനിമയുടെ പ്രശ്നം ചോദിച്ചേക്കാം. കൊള്ളാം, നല്ല പടമാണ്, എല്ലാവർക്കും വന്ന് കാണാം. ആ ട്രെയിലറിൽ കാണുന്നത് അത് തന്നെയാണോ ബ്രോ? ഇല്ല, ട്രെയിലറിൽ കാണുന്നത് അത്രയല്ല, എന്നാലും കുറെ ടൊവിനോടൊക്കെ നല്ല പെർഫോമൻസ് ആണ്. ഓക്കെയാണ്. സ്വരാജൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഷാജ് കൊള്ളായിരുന്നു. ബ്രോ എങ്ങനെ പടമുണ്ട്? നല്ല സിനിമയാണ്. നമ്മൾ വെട്രിമാറിൻ്റെ ഒക്കെ സിനിമകൾ തമിഴിൽ കണ്ടിട്ടുണ്ട്. അപ്പം ആ കണക്കിന് മലയാളത്തിൽ നിന്നൊരു സിനിമയാണ്. ട്രെയിലർ കണ്ടിട്ട് ഒരു ജെയ്ബിയും മറ്റൊക്കെ ഒരു കണക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, ആ ഒരു റിസംബ്ലൻസ് ഉണ്ട്. ക്ലാസ് മൂവിയാണ്, എല്ലാം കൊണ്ടും നല്ല മൂവിയാണ്. എന്താ പറയുക എടുത്ത് പറയാൻ വേണ്ടി? നടന്ന സംഭവമാണ് പോലീസുകാർ അതിക്രമം. അടിപൊളി സിനിമയാണ്. നല്ല ഭംഗിയായിട്ട് ആ ഒരു ഡയറക്ടറെ അഭിനന്ദിക്കണം. പിന്നെ നല്ല തിരക്കഥയുണ്ട്. പിന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തിരക്കഥയാണ്. പിന്നെ പണ്ടത്തെ ബേസ്ഡ് ഓൺ ട്രൂ ഇൻസിഡൻസ് ആണ്. എന്ന് പറയുമ്പോൾ 2003 മുത്തങ്ങ സമരം ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. പിന്നെ ടൊവിനോയുടെ ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് നന്നായിട്ട് ടൊവിനോ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ARMന് ഈക്വലായിട്ട് വേണമെങ്കിൽ പറയാം, അത്രയ്ക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ CK ജാനുവിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ആര്യ സലീം എന്ന് പറയുന്ന നടി, അവരുടെയും ഒരു പക്ഷേ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കാം. പിന്നെ നല്ല പാട്ട്, മ്യൂസിക്, പിന്നെ ക്യാമറ എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തു. നല്ലൊരു മൂവിയാണ്. കൊള്ളാന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയണം. അതെ, ഞാൻ വ്രതത്തിലാണടേ, അതുകൊണ്ടാണ്. അത് കണ്ടല്ലേ കുറിയൊക്കെ ഇട്ടെങ്ങനല്ലേ. ടോവിനോ തോമസിൻ്റെ ഇതിലെ പേരെന്ന് പറയുന്നത് പീറ്റർ എന്നാണ്. അത് പേര് ഞാൻ മറന്നുപോയി, അതുകൊണ്ടാണ്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, പുള്ളിക്ക് വേണ്ടി നമ്മൾ ഇതിനെങ്കിലും വന്നില്ലേ. പടം കുറ്റം പറയാനായിട്ട് ഒന്നുമില്ല കേട്ടോ, കംപ്ലീറ്റ് പോസിറ്റീവ് പറയാനേ ഉള്ളൂ. കാരണം അതിൽ അഭിനയിച്ചവരെല്ലാം, സുരാജ് ഏട്ടനൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാവരും ഒന്നിനൊന്നിനും മികവായിരുന്നു. അടിപൊളി പടമായിരുന്നു കേട്ടോ, തെറ്റ് പറയാനായിട്ട് ഒന്നുമില്ല. നല്ല മൂവിയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ട്. മാംഗോ ചില്ലി എടുക്കുന്നുണ്ടോ? അപ്പോൾ ബോടെ ഞാൻ ഇപ്പോൾ വ്രതത്തിലാണ്. മാംഗോ ചില്ലി എടുക്കാനെന്നാണ്. മാംഗോ ചില്ലിയൊക്കെ നമ്മുടെ മൂട്ട് മേക്കറാണ് ഇപ്പം 400 രൂപയുള്ളൂ, മറ്റേ 460. ഇത് 400 രൂപയുള്ള മൂട്ട് മേക്കർ. മനസ്സിലായില്ലേ? ഇപ്പോൾ മൂട്ട് മേക്കറാണ് അടിക്കുന്നത്. സുരാജ് ഏട്ടൻ ഞാൻ പറഞ്ഞില്ല, സുരാജ് അടിപൊളി, ഒരു രക്ഷയില്ല, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. കിട്ടിച്ചം ടോമിനെ കേട്ടോ, പാവം കേട്ടോ, ഒരു സാധുവായ ഒരു മനുഷ്യൻ കേട്ടോ. അയാളെ കണ്ടിരുന്നെങ്കിൽ എനിക്കൊരു ഉമ്മ കൊടുക്കായിരുന്നു. പക്കയായിട്ട് അയാൾ കാണിച്ചത്. ഛർദ്ദിക്കണതും അയാൾ കരയണതും ഒക്കെ എടുത്ത് പറയാൻ വയ്യ കേട്ടോ. അടിപൊളി, കണ്ടിരുന്നെങ്കിൽ ഉമ്മ കൊടുക്കായിരുന്നു. ഭാവിയിൽ ഒരു സൂപ്പർ സ്റ്റാർ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു മൂവി? ഭയങ്കര ഇമോഷണലാണ്. എനിക്ക് എന്താ പറയുക, ഒന്നും പറയാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ഇമോഷണലാണ്. ഓൾറെഡി മുത്തങ്ങ സമരത്തിൽ പങ്കെടുത്ത കുറേ ആൾക്കാരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ അവർ പറഞ്ഞ ഈ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം മുത്തങ്ങ സമരത്തെ ആസ്പദമാക്കി ആദിവാസികൾ ഭൂമി അവകാശത്തിന് വേണ്ടി, ആദിവാസികളാണ് യഥാർത്ഥത്തിൽ ഭൂമിയുടെ അവകാശികൾ. നമ്മളെ ആദിവാസികൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ അവർ ഭൂമി കിടപ്പാടമില്ലാതെ ചെയ്യുന്ന സമരം, അതിനെങ്ങനെയാണ് ഒരു കാലത്ത് നമ്മുടെ സ്റ്റേറ്റ് അടിച്ചൊതുക്കിയത്, അതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന സിനിമയാണ്. നമ്മുടെ തമിഴ്നാട്ടിലെ ആസുരൻ മൂവിയൊക്കെ പോലത്തെ, അതേപോലെ മാരി സെൽവരാജ്, വെട്രിമാരൻ, രഞ്ജിത്ത് ഇവരൊക്കെ എടുക്കുന്ന രീതിയിലുള്ള ഒരു മൂവിയാണ്. ഒരു പൊളിറ്റിക്കൽ മൂവിയാണ്. ഭയങ്കര ഇമോഷണലാണ്. നമ്മൾ ചെറുപ്പത്തിൽ, ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മുത്തങ്ങ സമരം നടന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വായിച്ച ചിത്രങ്ങളൊക്കെ നേരിട്ട് അത് വീഡിയോ ആയിട്ട് കാണുമ്പോൾ ഒരുപാട് കരഞ്ഞു. കരച്ചിൽ എനിക്ക് അടക്കാൻ വേണ്ടി പറ്റിയില്ല, ഞാൻ പൊട്ടി കരയുമായിരുന്നു. പക്ഷെ പറയുമ്പോൾ തന്നെ ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് CK ജാനുവും ഗീതാനന്ദ മാഷിൻ്റെ വായി എന്നൊക്കെ ഞാൻ സ്വന്തമായിട്ട് കേട്ടിട്ടുണ്ട് ഈ കഥ, അതുകൊണ്ട് എനിക്കറിയാം. ഭയങ്കര ഇമോഷണലാണ്. എല്ലാം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സ്ക്രീൻ പ്ലേ ആ ഒറിജിനൽ സംഭവത്തോട് നീതി പുലർത്തി. പിന്നെ പണിയ ഭാഷയാണ് ആദ്യമായിട്ട് അതിനകത്തൊക്കെ കാണിക്കുന്നത്. അതൊക്കെ നല്ല രീതിയിൽ ആ ഭാഷ പിടിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ നരിത്തൂക്ക് എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ കാണിക്കുന്നുണ്ട്, അത് നല്ല രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. എല്ലാം വളരെ മനോഹരമായിട്ട്. സിനിമയാകുമ്പോൾ നമുക്ക് എല്ലാ ഡോക്യുമെൻ്ററി പോലെ കാണിക്കാൻ പറ്റുമല്ലോ. ആ സംഭവത്തെ ഊന്നി വേറൊരു കഥ പോലെയാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ആ സംഭവമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. ജസ്റ്റിസ് പുലർത്തി. പൊളിറ്റിക്കലി ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ടോ? പൊളിറ്റിക്കലി ഇഷ്യൂ വരാൻ വേണ്ടി ചാൻസ് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇപ്പോൾ ഏത് ഇടത് വലത് സർക്കാരുകളാണ് കേരളം ഭരിച്ചുകൊണ്ട് ഇരിക്കുന്നത് കാലാകാലങ്ങളായിട്ട്. അപ്പോൾ ഏത് സർക്കാരുകളാണെങ്കിലും നമ്മുടെ എന്താ പറയുക, ആദിവാസികൾക്ക് ഭൂമി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കാറുണ്ട്. പിന്നെ സെൻട്രൽ ഗവൺമെൻറ് ആദിവാസികളുടെ ഒരു പ്രശ്നങ്ങൾക്കും, സെൻട്രൽ ഗവൺമെൻറ് ആദിവാസികളോട് നിൽക്കുന്ന ഒരു സർക്കാരല്ല. നമ്മൾ ആദിവാസികൾ പ്രശ്നങ്ങൾ പറയുമ്പോൾ അവരെ മാവോയിസ്റ്റ് ആക്കി മാറ്റുന്നത് നമ്മളെപ്പോഴും കാണുന്നതാണ്.
അതൊക്കെ എല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട് ഈ സിനിമ. ഇന്നത്തെ പൊളിറ്റിക്കൽ സാഹചര്യത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു സിനിമയാണ്. ഇനിയെങ്കിലും ഈ സിനിമ കണ്ടെങ്കിലും കുറച്ച് ആൾക്കാർക്ക് ഇനി ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഭൂമിയാണ് നമുക്ക് വേണ്ടത്. വേടം പറഞ്ഞ പോലെ, വേടം പറഞ്ഞിട്ടില്ലേ, എന്താ തുണ്ട് മണ്ണിനായി കൊതിച്ച് പിന്നീട് ആരോ ചതിച്ച് നീതി പണ്ടേ മരിച്ചു. അതേപോലെ പടം കൊള്ളാം, നല്ല പടമാണ്. മുത്തങ്ങ സമരത്തിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സബ്ജക്റ്റാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇഷ്കിന് ശേഷം പുള്ളിക്കാരൻ കുറച്ച് ഗ്യാപ്പ് എടുത്ത് വന്നതാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പടം തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, ഡയറക്ഷൻ മേക്കിങ്ങും എല്ലാം നല്ല രസമുണ്ട്. ടൊവിനോൻ്റെ പിന്നെ കുറേ ഗ്യാപ്പിന് ശേഷം നല്ല പെർഫോമൻസ്. കാരണം മുമ്പ് ചെയ്ത് മോശമെന്നല്ല, പക്ഷെ എന്തോ അദ്ദേഹം അത് നല്ല ഡെപ്തായിട്ട് ചെയ്തിട്ടുണ്ട് പടത്തിൻ്റെ അകത്ത്. നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ സുരാജ് ഏട്ടൻ, പിന്നെ നമ്മളെ തമിഴിൽ നിന്നുള്ള ഷേരൻ സാറ് പുള്ളിക്കാരൻ ഒരു ഗ്യാപ്പിന് ശേഷമാണ് അതുകൊണ്ട് വരുന്നതെന്ന് തോന്നുന്നു. അത് നല്ല രീതിക്ക് തന്നെ നല്ല ഒരു വന്നിട്ടുണ്ട്. ഇത് സംഭവം റിയൽ എന്താണ് കഥയെന്ന് അറിയാമല്ലോ. അവർ തന്നെയാണ് ഇതിൽ മെയിൻ പ്രതികൾ. അത് തെളിയിക്കുന്ന രീതിയും. പക്ഷേ ഇത് കുറച്ച് സ്ലോ പേസിൽ പോകുന്നതുകൊണ്ട് ആൾക്കാർ എങ്ങനെയാണ് അത് അംഗീകരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇഷ്യൂ ചാൻസ് ഉണ്ടോ ഇനിയിപ്പോൾ? കാരണം എമ്പുരാനൊക്കെ അങ്ങനെ ഒരു ഇഷ്യൂലോട്ട് വന്നല്ലോ സിനിമ. ആ ചാൻസസ് ഉണ്ട്. കാരണം അവരുടെ ആ സമയത്ത് അവർ ചെയ്ത ഒരു കലാപമാണ് ആ സംഭവം. അതിന് ഇതായിട്ട് വരുന്ന ടൈം ആകുമ്പോൾ അത് എന്തായാലും ഒരു ചർച്ചാ വിഷയമാവാൻ സാധ്യതയുണ്ട്. പക്ഷേ എമ്പുരാൻ്റെ അത്ര വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അറിയാമല്ലോ വിഷയം എന്താണ് കാര്യങ്ങളൊക്കെ എന്ന്. പക്ഷേ അതുപോലെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതും ചർച്ചപ്പെടേണ്ട കാര്യങ്ങളാണ്. അന്നും തേച്ച് മാച്ച് കളഞ്ഞ പോലത്തെ ഒരു രീതിയാണല്ലോ. അതുകൊണ്ട് എന്തായാലും എനിക്ക് നല്ല പടം ഇഷ്ടപ്പെട്ടു. ടൊവിനോ നല്ല അടിപൊളിയായിട്ടുണ്ട്. അവിടുത്തെ കുട്ടിയായിട്ട് അഭിനയിച്ച ഒരു കുട്ടിയുണ്ട്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. ടൊവിനോടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒക്കെ കിട്ടില്ലായിരുന്നു ഇപ്പോൾ വന്ന് നല്ല ക്ലൈമാക്സ് ഒക്കെ നല്ലപോലെ വർക്കായിട്ടുണ്ട്. ജെക്സ് ബിജോയുടെ BGM കൊള്ളാം, നല്ല രസം.